ഹായ് പ്യാരെ വെച്ചോ അനസാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? നമ്മുടെ ക്രിസ്മസ് പരീക്ഷ അടുത്തെത്തി. ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമുക്ക് പരീക്ഷയ്ക്കുള്ളൂ. എല്ലാ മക്കളും അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു പാഠഭാഗമായിരുന്നു മേരി മാ എന്ന് പറയുന്ന അടിപൊളിയായിട്ടുള്ള പാഠഭാഗം. മേരി മാ അല്ലേ, എന്റെ അമ്മ അല്ലെ. പ്രസൂൺ ജോഷി എഴുതിയ മനോഹരമായിട്ടുള്ള ഒരു ഫിലിമി ഗീതായിരുന്നു, ഒരു സിനിമാ ഗാനമായിരുന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് വരും, ഏതാണ് ആ സിനിമ? നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ വന്നു കഴിഞ്ഞു. താരേ ജമീൻ പർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സിനിമയായിരുന്നു അത് അല്ലെ. അതേപോലെ പറയുന്നുണ്ട്, ശ്രീ അമീർ ഖാൻ സംവിധാനം ചെയ്ത താരേ ജമീൻ പർ എന്ന സിനിമയിലെ ഗാനമായിരുന്നു നമുക്ക് ഈ പാഠഭാഗത്തിലൂടെ, മേരി മാ എന്നുള്ള പാഠഭാഗത്തിലൂടെ പഠിക്കാനായിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഇതിന്റെ സംഗീതജ്ഞൻ ശ്രീ പ്രസൂൺ ജോഷിയാണ്. പഠിത്തത്തിൽ പിറകിലാണെന്ന കാരണത്താൽ ബോർഡിംഗ് സ്കൂളിൽ ചേർത്ത ഈശാൻ അവസ്ഥി എന്ന കുട്ടിയുടെ അമ്മയോടുള്ള വികാരങ്ങളാണ് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ പാട്ടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഈ പാഠഭാഗങ്ങളൊക്കെ നമ്മൾ ലൈവിൽ എടുത്തതാണ്. അപ്പം എന്താണ്, ഇശാൻ അവസ്ഥി എന്ന ബാലന്റെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും കൂടി അവരെന്ത് ചെയ്യാണ്, പഠനത്തിനായി ദൂരെ എന്ത് ചെയ്യാണ്, ഒരു ബോർഡിംഗ് സ്കൂളിലേക്ക് അയക്കുകയാണ് അല്ലെ. അപ്പൊ അമ്മയിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുന്ന ആ ഒരു അവസ്ഥ, അവന്റെ ഉള്ളിലുള്ള ഭയം, അമ്മയോടുള്ള അവനെ തീരാത്ത സ്നേഹം, ഇതൊക്കെ ആണ് ഈ പാട്ടിലൂടെ എന്ത് ചെയ്യുന്നത്, കാണിക്കുന്നത്. ആ കുട്ടിയുടെ മനസ്സിന്റെ നേർസാക്ഷ്യമായിട്ടാണ് ഇത് മാറുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ മേരി മാ എന്നുള്ള ആ പാഠഭാഗത്തിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള പാട്ടിന്റെ ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഇശാൻ അവസ്ഥയുടെ മനോഹരമായിട്ടുള്ള അന്നേ ദിവസത്തെ ഡയറി എന്നുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു ഡയറി ഇത്രയും സിമ്പിൾ ആയിട്ട് നമ്മൾ എഴുതുന്നത് എന്നുള്ളതാണ് അനസാർ ഈ വീഡിയോയിലൂടെ പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് എന്റെ മക്കൾ എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കുക. ഓക്കെ, റെഡിയാണോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇത് മനോഹരമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ സെറ്റ് അല്ലേ, നിങ്ങൾ ഓരോരുത്തരും റെഡി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം നമ്മളൊരു ഡയറി എഴുതുമ്പോൾ മനോഹരമായിട്ടുള്ള ഒരു കള്ളി വരയ്ക്കുന്നു. അതിനുശേഷം നമ്മൾ ഡേറ്റും ദിവസവും കൊടുക്കുന്നു അല്ലെ. അപ്പൊ ഏതെങ്കിലും ഡേറ്റ് നിങ്ങൾ കൊടുക്കുക, ഒരു ദിവസം കൊടുക്കുക. അവിടെ സോമവാർ എന്ന് സാർ കൊടുത്തിട്ടുണ്ട്. പിന്നെ സമയം കൊടുക്കുന്നു, രാത്രി 9 ബജെ. ഒരു ഡയറി എഴുതുമ്പോൾ അന്നേ ദിവസം രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യും, ഡയറി എഴുതും. അപ്പൊ നമുക്ക് ഇത്തരത്തിൽ തുടങ്ങാം. ആജ് കാ ദിൻ മേ കേസേ ബൂലു. ഇന്നത്തെ ദിവസം എങ്ങനെ എനിക്ക് മറക്കാൻ കഴിയും? ഇന്നത്തെ ദിവസം ഞാൻ ഒരിക്കലും മറക്കൂല അല്ലെ. പൂരാ ദിൻ മേ മാ കെ ബാരെ മേ സോച്താ രഹാ. ഇന്നത്തെ ദിവസം മുഴുവൻ മാ കെ ബാരെ മേ, എന്റെ അമ്മയെ പറ്റി ഞാൻ എന്ത് ചെയ്തു, സോച്താ രഹാ, ഞാൻ എന്തായി, അമ്മയെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. ചിന്തിക്കുകയായിരുന്നു. സോച്ച് എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക. അപ്പൊ ചിന്തിക്കുകയായിരുന്നു, എന്റെ അമ്മയെ കുറിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, സബ്നെ മിൽക്കർ മുജെ ബോർഡിംഗ് സ്കൂൾ ക്യോം ഭേജ് ദിയാ. എല്ലാവരും എന്നെ എന്തിനാണ് ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചിട്ടുള്ളത്, എന്തിനാണ് എല്ലാവരും കൂടി ചേർന്ന് എന്നെ ബോർഡിംഗ് സ്കൂളിലേക്ക് അയച്ചത് എന്നിങ്ങനെ ഇശാൻ അവസ്ഥി ആ ഒരു അവസ്ഥ എന്ത് ചെയ്യാണ്, ഡയറിയിലൂടെ പറയാണ്. മാ ബി മുജെ ചോഡ്കർ ചലി ഗയി. മാത്രല്ല എന്റെ അമ്മ കൂടി എന്നെ ഉപേക്ഷിച്ചിട്ട്, ചോഡ്കർ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് അല്ലെ, അമ്മ കൂടി എന്നെ എന്ത് ചെയ്തു, ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാണ്, പൂവാണ്. ചോഡ്കർ എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച് പറഞ്ഞാൽ ബോർഡിങ്ങിലാക്കിയിട്ട് എന്ത് ചെയ്യാണ്, അമ്മ ചലി ഗയി, അമ്മ പോയി. എന്നിട്ട് പറഞ്ഞത് യഹാ മേ ബഹുത് അകേലാഹും. എന്താ പറഞ്ഞത്, ഞാൻ ഇവിടെ ഏകാന്തത അനുഭവിക്കാണ്, അതായത് ഒറ്റക്കായി അല്ലെ, ഞാൻ ഇവിടെ ഒറ്റക്കായി പോവുകയാണ്. മേ കബി കിസി കോ നഹി ബതാത്ത അല്ലെ. എന്താ പറഞ്ഞത്, ഞാൻ ആരോടും പരാതി പറയാനില്ല, ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എന്താ പറയാതെ, ലേക്കിൻ മുജെ അന്ധേരെ സേ ഡർ ലഗ്താ ഹേ. എനിക്ക് ഇരുട്ടിനെ പേടിയാണ് എന്നുള്ള കാര്യം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആരോടും ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരോടും പറയുന്നില്ല. യഹ് സബ് മാക്കോ പതാഹേ. ഇതൊക്കെ എന്റെ അമ്മക്കറിയാം, എനിക്ക് ഇരുട്ടിനെ പേടിയാണ് എന്നുള്ളതും ഒറ്റക്കാവും എന്നുള്ള കാര്യങ്ങളൊക്കെ എന്റെ അമ്മക്കറിയാം. എന്നിട്ടും എന്റെ അമ്മ എന്നെ എന്ത് ചെയ്തു, ഫിർ ബി മാ മുജെ ചോഡ്കർ ചലി ഗയി. എന്നിട്ടും എന്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി അല്ലെ. വളരെ ദുഃഖത്തോടു കൂടി ഡയറിയിൽ എഴുതാ. മേം ഇത്തിനാ ബുരാ ഹൂം ക്യാ അല്ലെ, ഞാൻ അത്ര മോശക്കാരനായിട്ടാണോ എന്നെ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുള്ളത് എന്ന് കുട്ടി പറയാണ്. ജബ് ഗർ മേ പാപ്പ മുജെ ഊഞ്ചാ ജൂലാ ജുലാത്തേ ഥേ അല്ലെ. അച്ഛൻ എന്നെ ഉയരത്തിൽ എന്ത് ചെയ്യും, ഊഞ്ഞാലാട്ടുമ്പോഴൊക്കെ മുജെ ഡർ ലഗ്താ, അപ്പോഴൊക്കെ എനിക്ക് ഭയം വരും, പേടി വരും. എന്നാലോ മാ തബ്, അപ്പോഴൊക്കെ മാ ആക്കർ മുജെ ദാം തീധി, ആ സമയത്തൊക്കെ അമ്മ വന്ന് എന്നെ എന്ത് ചെയ്യും, പിടിക്കുമെന്ന് പറയുകയാണ്, എഴുതുകയാണ്. മാ കോ പത്താഹേ അല്ലെ. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മ വന്ന് പിടിക്കും, അമ്മ ഇല്ലാതെ. മാ കോ പത്താ, അമ്മക്കറിയാം. എന്താണ് അറിയുന്നത്, കി എന്തെന്നാൽ മേ ഉൻകെ ബിനാ നഹി രഹ് സക്താ അല്ലെ. അമ്മക്കറിയാം എന്തേ, ഞാനില്ലാതെ, അമ്മ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്നുള്ളത് ആർക്കറിയാം, അമ്മക്കറിയാം എന്ന് പറയാം.
ക്യാ കരു, ഞാൻ എന്ത് ചെയ്യാനാ, മുജേ എനിക്ക് യഹാം നഹീ രഹ്നാ ഹേ, എനിക്ക് ഇവിടെ ജീവിക്കാൻ താല്പര്യമില്ല, ഇവിടെ നിന്ന് പോവാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുകയാണ് എന്ന് പറയാം. യഹാം സബേ അജീബ് സാ ലഗ്താ ഹേ, ഇവിടെ എല്ലാം എനിക്കൊരു വിചിത്രമായിട്ട് തോന്നുകയാണ്, ഇതൊന്നും എനിക്കാണ്ട് അഡ്ജസ്റ്റ് ആവുന്നില്ല, ഒന്നും നല്ല രീതിയിൽ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഡയറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇശാൻ അവസ്ഥയുടെ ആ ഡയറി നമുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ക്രിസ്മസ് പരീക്ഷയിൽ ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു ചോദ്യം തന്നെയാണ് നമ്മുടെ ഇശാൻ അവസ്ഥയുടെ അന്നേ ദിവസത്തെ ഡയറി എന്നുള്ളത്. അപ്പൊ സിമ്പിൾ ആയിട്ട് എൻ്റെ മക്കൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് ഈ ഡയറി നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വരുന്ന ക്രിസ്മസ് പരീക്ഷയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ അനുസാറിന്റെ എല്ലാ മക്കളും നല്ല അടിപൊളിയായിട്ട് ഈ ഡയറി പഠിച്ചു പോകില്ല പരീക്ഷയ്ക്ക്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ച് നല്ല മാർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പരീക്ഷയ്ക്ക് നേടണം. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും എന്നുള്ളതാണ് അനുസാറിന് അറിയാം. അഗല ക്ലാസ് മേ അനുസാർ ഫിർ മിലേഗാ, സബ്കാ ബഹുത് ബഹുത് ശുക്രിയ, ബൈ ബൈ.